Good morning. Today going to talk about social obligation of hospitals. Social obligation refers to the responsibility of hospitals to serve not just a patient but also the community and society, and it is in an ethical, fair and a sustainable manner beyond just profit making and a medical service. അതായത് സോഷ്യൽ ഒബ്ലിഗേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് ഹോസ്പിറ്റൽസിനുള്ളത്. അവരുടെ എത്തിക്കൽ വാല്യൂസ്, മോറൽ വാല്യൂസ് അവർ ഫോളോ ചെയ്യേണ്ട മോറൽ വാല്യൂസാണ് ഫെയർ ആൻഡ് സസ്റ്റൈനബിൾ മാനർ. അതുപോലെ തന്നെ പ്രോഫിറ്റ് മേക്കിങ്ങിൻ്റെ കൂടാതെ തന്നെ അവർ സൊസൈറ്റിക്ക് ചെയ്തു കൊടുക്കേണ്ട, കമ്മ്യൂണിറ്റിക്ക് ചെയ്തു കൊടുക്കേണ്ട മോറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സോഷ്യൽ ഒബ്ലിഗേഷനിൽ വരുന്നത്. ഹോസ്പിറ്റൽസ് ആർ വൈറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഡീൽ ഡയറക്റ്റ്ലി വിത്ത് ഹ്യൂമൻ ലൈഫ്, ഹെൽത്ത് ആൻഡ് ഡിഗ്നിറ്റി സിൻസ് ദേ റിസീവ് സപ്പോർട്ട് ഫ്രം സൊസൈറ്റി. അതായത് ഹോസ്പിറ്റൽസ് ഒരു ഇമ്പോർട്ടൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഹ്യൂമൻ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവരുടെ ലൈഫ്, ഹെൽത്ത്, ഡിഗ്നിറ്റി അതൊക്കെ കീപ്പ് ചെയ്യേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതോടൊപ്പം തന്നെ അവർ സൊസൈറ്റിയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് പബ്ലിക് ഫണ്ട്സ്, അതുപോലെ തന്നെ ട്രസ്റ്റ്, വർക്ക് ഫോഴ്സ്, അങ്ങനെയുള്ള സ്റ്റാഫുകളുടെ, അതുപോലെ തന്നെ പബ്ലിക് ഫണ്ട് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ദേ ആർ മോറലി ആൻഡ് ലീഗലി ഒബ്ലിഗേറ്റഡ് ടു ഗീവ് ബാക്ക് ടു സൊസൈറ്റി ഇൻ ദ ഫോളോയിങ് മീൻസ്. അത് അവർ തിരിച്ചു കൊടുക്കുക തന്നെ വേണം. അതിൻ്റെ ബെനിഫിറ്റ് സൊസൈറ്റിക്ക് തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയൊക്കെയാണ് തിരിച്ചു കൊടുക്കേണ്ടതെന്നത്? അഫോർഡബിൾ ആൻഡ് ഇക്വിറ്റബിൾ ഹെൽത്ത് കെയർ. അവർ ഫസ്റ്റ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ്, അതുപോലെ തന്നെ ഇക്വിറ്റബിൾ, എല്ലാവർക്കും ഒരേപോലെ തന്നെ ആർക്കാണ് കൂടുതൽ ആവശ്യമുള്ളത് അവർക്ക് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യാം. എൻഷുർ ആക്സസ് ടു ഹെൽത്ത് കെയർ ടു ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ഇൻക്ലൂഡിങ് പുവർ ആൻഡ് വൾനറബിൾ. അതായത് പാവപ്പെട്ടവരെ, അതുപോലെ ദുർബലരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യണം, അവർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കണം. ദെൻ പ്രൊവൈഡ് സബ്സിഡൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഫ്രീ കെയർ ഗവൺമെൻറ് ഹെൽത്ത് സ്കീം, ആയുഷ്മാൻ ഭാരത്, EWS കോട്ട. അപ്പോൾ അവർക്കൊക്കെ ഫ്രീ ആയിട്ടുള്ള ഹെൽത്ത് കെയർ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. പ്രിവെൻറ്റ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസ് ഓഫ് ജെൻഡർ, കാസ്റ്റ്, റിലീജിയൻ ഓർ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്. ഒരിക്കലും ഒരു ഡിസ്ക്രിമിനേഷൻ, വേർതിരിവ് ഉണ്ടാവാനായിട്ട് പാടില്ല. ജെൻഡർ ബേസിസിലായാലും, കാസ്റ്റ് ബേസിലായാലും, റിലീജിയൻസിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ബേസിലോ ഉണ്ടാവാനായിട്ട് പാടില്ല. പബ്ലിക് ഹെൽത്ത് അവെയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ. ഇനി കണ്ടക്ട് ഹെൽത്ത് ക്യാമ്പ് അവെയർനെസ് ഡ്രൈവ്സ് ആൻഡ് പ്രിവെൻറ്റീവ് എഡ്യൂക്കേഷൻ. അതായത് ഇനി പബ്ലിക് ഹെൽത്തിന് വേണ്ടിയിട്ട് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, അതായത് ഹെൽത്ത് ഡിസീസസ് നിന്നും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഹൈജീൻ, ഇമ്മ്യൂണൈസേഷൻ, ന്യൂട്രീഷൻ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അതൊക്കെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം, അത് എങ്ങനെയാണ് അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക, അതിനുള്ള മെഷേഴ്സ് എഡ്യൂക്കേഷനായിട്ട് പ്രൊവൈഡ് ചെയ്യുക. പോസ്റ്റേഴ്സ്, സെമിനാർസ്, റേഡിയോ ടോക്സ്, സോഷ്യൽ മീഡിയ ഒക്കെ റീച്ച് മാസസിലേക്ക് എത്താവുന്ന തരത്തിൽ, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. ഡിസാസ്റ്റർ ആൻഡ് എമർജൻസി സപ്പോർട്ട്. ഓഫർ ക്വിക്ക് മെഡിക്കൽ ഹെൽപ്പ് ഡ്യൂറിങ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, എപ്പിഡമിക് ആൻഡ് ആക്സിഡൻസോ എപ്പിഡമിക്സോ അതുപോലെ തന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സോ ഉണ്ടാവും, പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് അവരുടെ അടുത്ത് സഹായം എത്തിക്കുക. കോർഡിനേറ്റ് വിത്ത് ഗവൺമെൻറ് ബോഡീസ്, NGO ഡ്യൂറിങ് ക്രൈസിസ്. അതായത് എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അവരോട് ചേർന്ന് പ്രവർത്തിക്കുക. COVID-19 ഫ്ലഡും ഒക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ അവരുടെ ഒപ്പം, എല്ലാ ഹോസ്പിറ്റൽസും അവരുടെ ഒപ്പം കൂടി ചേർന്ന് പ്രവർത്തിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ചെയ്തിരിക്കണം. എൻവയോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി. പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റുകൾ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം. മിനിമൈസ് എയർ, വാട്ടർ, നോയ്സ്, പൊല്യൂഷൻസ് മാക്സിമം മിനിമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതായത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. പ്രൊമോട്ട് എനർജി സേവിങ് ആൻഡ് ഇക്കോ ഫ്രണ്ട്ലി പ്രാക്ടീസസ്. നമുക്ക് എനർജി സേവ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രാക്ടീസസ് ഫോളോ ചെയ്യാം. കോംപ്ലൈ വിത്ത് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 പറയുന്ന എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ട്രെയിനിങ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ട്രെയിൻ നേഴ്സസ്, പാരാമെഡിക്സ് ആൻഡ് ഇൻറ്റേൺസ് ഫ്രം നിയർ ബൈ കമ്മ്യൂണിറ്റീസ്. അവർക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി പ്രിഫറൻസ് കൊടുക്കുക. ഓഫർ എഡ്യൂക്കേഷൻ ഔട്ട്റീച്ച് ടു സ്കൂൾസ് ആൻഡ് കോളേജസ്. അവർക്ക് എഡ്യൂക്കേഷനിൽ അവിടെയുള്ള സ്കൂളുകൾക്ക്, കോളേജുകൾക്കൊക്കെ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. റെസ്പെക്ട് ഫോർ പേഷ്യൻ്റ് റൈറ്റ്സ് ആൻഡ് എത്തിക്സ്. പിന്നെ ചെയ്യേണ്ടത് പേഷ്യൻറ്റിൻ്റെ റൈറ്റ്സ് ആൻഡ് എത്തിക്സ്, അവരുടെ മോറൽ വാല്യൂസും അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങളും കൃത്യമായിട്ട് അവരെ റെസ്പെക്റ്റ് ചെയ്യുക. മെയിൻറ്റെയിനിങ് പേഷ്യൻ്റ് കോൺഫിഡൻഷ്യാലിറ്റി, രഹസ്യങ്ങൾ സൂക്ഷിക്കുക. ഒബ്റ്റെയിൻ ഇൻഫോംഡ് കൺസേൺ, അവരെ സമ്മതത്തോടു കൂടി മാത്രം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യുക. പ്രാക്ടിക്കൽ എത്തിക്കൽ ബില്ലിംഗ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ. എത്തിക്കലായിട്ടുള്ള ബില്ലിങ്ങും ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളും പാലിക്കുക. അവർക്ക് സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന് ഈടാക്കുന്ന പൈസയും കാര്യങ്ങളൊക്കെ, ചിലവാക്കുന്ന പൈസ, അതൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ ഈടാക്കേണ്ടത്.
സപ്പോർട്ട് ടു മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്, സർവീസ് റൂറൽ ആൻഡ് ട്രൈബൽ പോപ്പുലേഷൻ, ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. വുമൺ ആൻഡ് ചിൽഡ്രൻ, എൽഡർലി ആൻഡ് ഡിസേബിൾഡ്, പീപ്പിൾ വിത്ത് HIV AIDS ഓർ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, അവർക്കൊക്കെ പ്രത്യേകിച്ച് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക, കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, മെനി പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഓൾസോ CSR ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക്സ് ഓൺ, അവർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. റൂറൽ ഹെൽത്ത് ക്യാമ്പുകൾ, സ്പോൺസറിങ് സർജറീസ്, മൊബൈൽ ഹെൽത്ത് വാൻസ്, അതായത് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനോടുകൂടി ചേർന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഹെൽത്ത് ക്യാമ്പുകൾ, സർജറീസ് സ്പോൺസർ ചെയ്തിട്ട്, അതായത് മേജറായിട്ട് നടക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള സർജറികൾ ഫ്രീ ആയിട്ടൊക്കെ ചെയ്യുക. അത് ഹോസ്പിറ്റലും അതുപോലെ തന്നെ അവിടെ ലോക്കൽ ബോഡീസ്, ലോക്കൽ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ക്ലബ്ബുകളോ കാര്യങ്ങളൊക്കെ ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ മൊബൈൽ ഹെൽത്ത് വാൻസ്, വണ്ടികൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ട സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, താങ്ക് യു.